ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡുകളുടെ കുറേ റൂൾസുകളും സംഭവങ്ങളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഒരു പുതിയ ക്രെഡിറ്റ് കാർഡ് ആർബിഐയുടെ സൈഡിൽ നിന്ന് പുതിയ ക്രെഡിറ്റ് കാർഡ് റൂൾസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ശരിക്കും ആക്ച്വലി ഇതൊരു ഫെയർ ആൻഡ് യൂസേജ് പോളിസീൻ്റെ ഒരു നടപ്പാക്കൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എല്ലാ ക്രെഡിറ്റ് കാർഡ്സുകളുടെയും ഓൾമോസ്റ്റ് മിക്ക എല്ലാ റൂൾസുകളെന്ന് പറയാൻ പറ്റില്ല, ചാർജസുകളും അതുപോലെ തന്നെ അതൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഒരു ഡിവാലുവേഷൻ, ഭയങ്കരമായിട്ട് ഡിവാലുവേഷൻ നടന്നിട്ടുണ്ട്. ശരിക്കും പുതിയ റൂൾസ് എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഒരു പുതിയ പരിപാടിയാണ് ആക്ച്വലി. ഫെയർ ആൻഡ് യൂസേജ് പോളിസി വെച്ചിട്ട് ഒരു പുതിയ സംഭവങ്ങളൊക്കെ ആക്ച്വലി ക്രെഡിറ്റ് കാർഡുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ബാങ്കുകളും, മോസ്റ്റ്ലി എല്ലാ ബാങ്കുകളും ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ചെയ്യാത്ത ബാങ്കുകളൊക്കെ ഇനി വഴിയെ ചെയ്യൂട്ടാ. അപ്പോൾ അത് ഏതൊക്കെയാണ് ചേഞ്ചസ് വന്നേക്കുന്നത്, എന്തൊക്കെയാണ് ചാർജസ് വന്നേക്കുന്നത്, ഭയങ്കരമായിട്ട് ഡിവാലുവേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നോട്ടീസ് വെക്കുക. എന്ന് വെച്ചാൽ നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കൊക്കെ ചാർജ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ള് കാണാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് നമ്മുടെ 2 മെയിൻ ചാനൽസും കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കമ്പനിക്ക് ഒന്ന് ഷെയർ ചെയ്യട്ടെ. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമന്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമന്റ് റിപ്ലൈ ആവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ പുതിയ ചാനൽ ജയിച്ച് പോലെ കാണാത്തവരാണെങ്കിൽ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടെ. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനലിലും അവൈലബിൾ ആണ്. ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എല്ലാ ബാങ്കുകളും അവരുടെ ഫെയർ ആൻഡ് യൂസേജ് പോളിസി വെച്ചിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഡിവാലുവേഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാർജസും സംഭവങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡിന്റെ ഡെപ്റ്റ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ റീസെന്റ് തന്നെ RBI പുറത്തുവിട്ടുണ്ടായിരുന്നു, ഭയങ്കര ഡെപ്റ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതായത് കുറേ പേര് ആക്ച്വലി എലിജിബിൾ അല്ലാത്ത ആൾക്കാർക്ക് പോലും ക്രെഡിറ്റ് കാർഡ് കിട്ടിയിട്ട് അവർ കറക്റ്റായിട്ട് യൂസ് ചെയ്യാണ്ട് ഭയങ്കര ഡെപ്റ്റ് വന്നിട്ട് ഭയങ്കര ഹൈ ഡെപ്റ്റായിട്ട് ക്രെഡിറ്റ് കാർഡ് ഡെപ്റ്റ് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ക്രെഡിറ്റ് കാർഡ് ആക്ച്വലി ബാങ്കുകൾ ഇന്ന് ഇറക്കുന്നത് അവർക്ക് ലാഭം കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ ഇതിന്റെ മിസ്യൂസ് എന്ന് വെച്ചാൽ കുറെ പേര് ഇത് കമേഴ്ഷ്യൽ യൂസിനും ബിസിനസ് യൂസിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ആക്ച്വലി ക്രെഡിറ്റ് കാർഡ്സ് എന്ന് പറയുന്നത് പേഴ്സണൽ യൂസിന് ഉപയോഗിക്കുന്ന കാർഡുകളാണ്. മെജോറിറ്റി കാർഡുകളും പേഴ്സണൽ യൂസിന് കാർഡുകളാണ്. അതായത് നമ്മുടെ സാധാ ആമസോൺ ICICI കാർഡ്, ഫ്ലിപ്കാർട്ട് കാർഡ്, അങ്ങനത്തെ സാധാ കാർഡുകളുണ്ട്. അതൊക്കെ പേഴ്സണൽ യൂസിനുള്ളതാണ്. നമുക്ക് ബിസിനസ് യൂസിനുള്ള കാർഡുകൾ വേറെ ഉണ്ട്, പക്ഷെ അതിൽ നോക്കുമ്പോൾ നമുക്ക് ഈ ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇത് ഇഷ്ടം പോലെ കമേഴ്ഷ്യൽ യൂസ്, ബിസിനസ് യൂസിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ ക്യാഷ് ബാക്ക് കിട്ടാനും അങ്ങനത്തെ സംഭവമൊക്കെ. അതുകൊണ്ട് തന്നെ ബാങ്കുകൾക്ക് ഇത് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ആക്ച്വലി ഇപ്പോൾ ഫെയർ ആൻഡ് യൂസേജ് പോളിസിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അത് ഈ ചേഞ്ചസുകളൊക്കെ വന്നേക്കുന്നത് കേട്ടോ. എന്തൊക്കെ ചേഞ്ചസുകളാണ് നമുക്ക് നോക്കി നോക്കാം. 3-4 ബാങ്കുകളാണ് ഇപ്പോൾ ആക്ച്വലി പുറത്ത് വിട്ടിട്ടുള്ള ഈ സംഭവങ്ങളൊക്കെ. ഇനി ബാക്കി വഴിയെ വരും. മോസ്റ്റ്ലി ഇതൊക്കെ തന്നെയായിരിക്കും എല്ലാത്തിലും കേട്ടോ. ആദ്യം തന്നെ വന്നേക്കുന്നത് നമ്മുടെ SBI കാർഡ്സിന്റെ സൈഡിൽ നിന്നാണ്. യൂട്ടിലിറ്റി ബില്ലിൽ ചാർജസ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ് ഒരു മാസത്തിൽ 50,000 മുകളിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന് എക്സ്ട്രാ 1% ചാർജ് പ്ലസ് GST പിടിക്കട്ടെ ഇങ്ങോട്ട്. അതുപോലെ തന്നെ അവർ ഫൈനാൻഷ്യൽ ചാർജസും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, 3.75% ആക്കിയിട്ടുണ്ട്. അതായത് ഡ്യൂ ഡേറ്റിന് മുമ്പ് ബില്ല് അടച്ചില്ലെങ്കിൽ അതിൻ്റെ ചാർജ്, അതായത് ഇൻട്രസ്റ്റ് കൂടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വന്നേക്കുന്നത് ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ സൈഡിൽ നിന്നാണ്. അതും യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ് തന്നെയാണ്. 25,000 രൂപ ഒരു മാസത്തിൽ മുകളിൽ കയറി കഴിഞ്ഞാൽ അതിന് എക്സ്ട്രാ 1% ചാർജ് പ്ലസ് GST വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് വാലറ്റ് റീലോഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് 20,000 മുകളിൽ നിങ്ങൾ വാലറ്റിലേക്ക് ക്യാഷ് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിന് എക്സ്ട്രാ 1% പ്ലസ് GST എക്സ്ട്രാ പിടിക്കും ഇനി തൊട്ട് കേട്ടോ. ഒക്ടോബർ 15 തൊട്ടാണ് ഇതെല്ലാം വരുന്നത്. പിന്നെ വന്നേക്കുന്നത് യെസ് ബാങ്കിന്റെ സൈഡിൽ നിന്നാണ്. നമുക്ക് എഡ്യൂക്കേഷണൽ ഫീസ് ഇനി തേർഡ് പാർട്ടി ആപ്പ് കൂടെ ചെയ്യുമ്പോൾ 1% എക്സ്ട്രാ ചാർജ് വന്നിട്ടുണ്ട്. അതായത് ക്രെഡ്, ഗൂഗിൾ പേ അങ്ങനെ സംഭവങ്ങളൊക്കെ തേർഡ് പാർട്ടി ആപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ എഡ്യൂക്കേഷൻ ഫീസ് പേ ചെയ്യുമ്പോൾ ഇനി എക്സ്ട്രാ 1% കൊടുക്കണം, പ്ലസ് GST കൊടുക്കണം. അത് വേറെ കാര്യം. പിന്നെ നമ്മുടെ യെസ് ബാങ്കിൽ വന്നേക്കുന്നത് ഫ്യൂവൽ ട്രാൻസാക്ഷൻ എബോവ് 10,000 രൂപയുടെ ട്രാൻസാക്ഷൻ ഒരു മാസത്തിൽ കൂടുതൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനും എക്സ്ട്രാ 1% ചാർജ് വന്നിട്ടുണ്ട്, പ്ലസ് GST വന്നിട്ടുണ്ട്. പിന്നെ വന്നേക്കുന്നത് RBL ബാങ്കിന്റെ സൈഡിൽ നിന്നാണ്. അതും ഫ്യൂവൽ ട്രാൻസാക്ഷൻ തന്നെയാണ്. 10,000 അബവ് പോയി കഴിഞ്ഞാൽ 1% പ്ലസ് GST ചാർജ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എഡ്യൂക്കേഷണൽ ഫീസ് RBL ബാങ്കിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്, അതിനും എക്സ്ട്രാ 1% ചാർജ് കൂട്ടിയിട്ടുണ്ട്. പിന്നെ വന്നേക്കുന്നതാണ് യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ് 50,000 അബവ് കയറി കഴിഞ്ഞാൽ ഒരു മാസത്തിൽ കയറി കഴിഞ്ഞാൽ 1% എക്സ്ട്രാ ചാർജ് വന്നിട്ടുണ്ട്. പിന്നെ RBL ബാങ്കിന്റെ സൈഡിൽ വന്നേക്കുന്നത് EMI ട്രാൻസാക്ഷൻ നമുക്ക് ഇനിയിപ്പോൾ 1.5% ചാർജ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എത്ര എമൗണ്ട് ആണോ EMI കൺവേർട്ട് ചെയ്യുന്നത് ആ എമൗണ്ടിന് 1.5% കൊടുക്കേണ്ടി വരും. EMI കൺവേർഷൻ ചാർജ് അല്ലെങ്കിൽ % ചാർജ് ആയിട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ വന്നേക്കുന്നത് ഫൈനാൻഷ്യൽ ചാർജസും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. RBL ബാങ്കിന്റെ സൈഡിൽ നിന്ന് വന്നേക്കുന്നത് നമുക്ക് ഇനി നമ്മുടെ സിബിൽ സ്കോർ അനുസരിച്ചായിരിക്കും അവർ ഫൈനാൻഷ്യൽ ചാർജ് തീരുമാനിക്കുക. ഇപ്പം നല്ല സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും. അതായത് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് ബില്ല് അടച്ചില്ലെങ്കിൽ നമുക്ക് വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും നല്ല സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ. അത് വഴിയെ കുറയും, അത് വേറെ കാര്യം. നമ്മൾ ഡ്യൂ ഡേറ്റ് മുമ്പ് ബില്ല് അടച്ചില്ലെങ്കിൽ. പക്ഷേ നമുക്ക് അറ്റ് പ്രസന്റ് എത്രയാണ് സിബിൽ അതിനനുസരിച്ചായിരിക്കും അവർ ഇനി ഫൈനാൻഷ്യൽ ചാർജ് തീരുമാനിക്കാട്ടോ. അതുപോലെ തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ നമുക്ക് ഭയങ്കര ഡിവാലുവേഷൻ വന്നിട്ടുണ്ട്. അതായത് അവരുടെ റിവാർഡ് റേറ്റ് 0.50 പൈസയായിരുന്നു ഇത്ര കാലം, ഇനി അത് 0.25 പൈസ ആയിട്ട് കുറച്ചിട്ടുണ്ട്.
ഇതെല്ലാം വരാൻ പോകുന്ന ഒക്ടോബർ മിഡിൽ തൊട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഈസ്റ്റ് മൈ ട്രിപ്പ് കാർഡ് ഉണ്ടല്ലോ നമ്മുടെ എന്താ പറയുക സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിൻ്റെ, അവരുടെയും ഭയങ്കരമായിട്ട് ഡിവാലുവേഷൻ വന്നിട്ടുണ്ട്. എന്താ പറയുക നമ്മുടെ റിവാർഡ് പോയിന്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള എയർപോർട്ട് ലോഞ്ചസും എടുത്ത് വന്നിട്ടുണ്ട് പറയണം. പിന്നെ HDFC ബാങ്ക് ക്രെഡിറ്റ് കാർഡുകളും ഭയങ്കരമായിട്ട് ഡിവാലുവേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇത് കുറേയൊക്കെ നമ്മുടെ ആൾക്കാരുടെ മിസ്റ്റേക്കാണ്. എന്ന് വെച്ചാൽ കുറേ ഇത് ആൾക്കാർ മിസ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഈ മിസ്യൂസിങ് ഭയങ്കര ഒരു ട്രെൻഡാണല്ലോ. എന്ത് സാധനം നല്ല കാര്യം വന്നാലും അതിനെ ഭയങ്കരമായിട്ട് മിസ്യൂസ് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ സാധനം നിലനിൽക്കാണ്ട് വരും. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് തന്നെ ഇപ്പോൾ എത്രാമത്തെ പ്രാവശ്യമാണ് ഡിവാലുവേഷൻ നടക്കുന്നത്. ഇപ്പോൾ കുറേയൊക്കെ RBIനെയോ അല്ലെങ്കിൽ റിസർവ് ബാങ്കിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ അവർ ആക്ച്വലി നടത്തുന്നത് അവരുടെ ഒരു ബിസിനസ് ആയിട്ടാണല്ലോ. ഇതിനെ ഇമാതിരി ബിസിനസ് മിസ്യൂസ് ചെയ്ത് ഇപ്പോൾ ഇപ്പം തന്നെ നമുക്ക് നമ്മുടെ എയർപോർട്ട് ലോഞ്ചസ് നോക്കിയാൽ തന്നെ അറിയാം എത്ര ആൾക്കാർ ആ സാധനം അതിന് വേണ്ടിയിട്ട് കാർഡ് എടുക്കുന്നത്. അതും ഫ്രീ കാർഡായിട്ടും അത് കുറേ ടൈപ്പിൽ ബിസിനസ് യൂസ് ആയിട്ട് മിസ്യൂസ് ചെയ്തിട്ട് ആ ലിമിറ്റ് എത്തിച്ചിട്ടും അങ്ങനെ എത്ര പേരാണ് നമ്മുടെ ഇവിടെ ഈ എയർപോർട്ട് ലോഞ്ചസിന് വേണ്ടിയിട്ട് കാർഡ് എടുക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഇന്ത്യയിലത്തെ നമ്മുടെ എയർപോർട്ട് ലോഞ്ചസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഹൗസ്ഫുള്ളാണ്. അതും ചിലപ്പോൾ വരികളൊക്കെ ആയിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ നോർമൽ കാർഡുകളിൽ ഈ സാധനമൊക്കെ എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പുറത്തത്തെ കാർഡിലൊന്നും ഈ ഇഷ്യൂസ് ഇല്ല. അവരൊന്നും ഇങ്ങനെ എന്താ ഒരു ഫീച്ചർ ഉണ്ടെങ്കിൽ അതിനെങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാറില്ല. അപ്പോൾ അതൊക്കെ കുറേയൊക്കെ ആൾക്കാരുടെ ഇഷ്യൂസും ഉണ്ട്. അത് വേറെ കാര്യം. ഫുള്ളി ഇവരൊക്കെ പറയാനും പറ്റൂല. എന്ന് വെച്ചാൽ അവരൊരു ബിസിനസ് ആയിട്ടാണ് നടക്കുന്നത്. നമ്മൾ ആക്ച്വലി രണ്ട് സൈഡിൽ നിന്നും കൂടിയിട്ട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അവരെ ചുമ്മാ എന്താ പറയുക ഹോൾഡ് ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് നമ്മൾ എന്താ പറയുക ഒരു ബാക്ക് പറയുന്നതല്ല. എന്ന് വെച്ചാൽ രണ്ട് സൈഡിൽ നിന്നും നമ്മൾ നോക്കണ്ടല്ലോ. എന്ന് വെച്ചാൽ ഒരു ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റ് ആകുമ്പോൾ അതിന് രണ്ട് സൈഡ് ഉണ്ടെങ്കിലാണെങ്കിലും ആ സാധനം നിലനിൽക്കുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഇത് തന്നെയാണ്. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡിനും എഫക്ട് ഇത്രയും ഭയങ്കരമായിട്ട് ഡിവാലുവേഷൻ വരാൻ മെയിനായിട്ട് ഇത് തന്നെയാണ് കാരണം. അത് ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ ഇപ്പോൾ RBI പുറത്തുവിട്ടുണ്ടെന്ന് ഒരു റിപ്പോർട്ട്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ 70% പേഴ്സണൽ യൂസിനുള്ള ക്രെഡിറ്റ് കാർഡുകളും 70% ആൾക്കാർ യൂസ് ചെയ്യുന്നത് അവരുടെ കമേഴ്ഷ്യൽ പർപ്പസിനും ബിസിനസ് പർപ്പസിനാണ്. അത് ഒന്നാമത് ആ സാധനം അവരുടെ അക്കൗണ്ടിൽ നോട്ടീസ് ആയി കഴിഞ്ഞാൽ അത് ഓൾറെഡി ആ കാർഡ് നമ്മുടെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. ചിലപ്പോൾ ഫുൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. നമ്മൾ എല്ലാ ബാങ്കുകളും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. പിന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടില്ല. എന്ന് വെച്ചാൽ പേഴ്സണൽ യൂസർ കാർഡുകൾ ബിസിനസ് യൂസിന് യൂസ് ചെയ്യാൻ പാടില്ല. അതാണ് ആക്ച്വലി റൂള്. ബിസിനസ് യൂസ് വേണമെങ്കിൽ അതിനുള്ള വേറെ സെപ്പറേറ്റ് ക്രെഡിറ്റ് കാർഡുകളുണ്ട്, ബിസിനസ് ക്രെഡിറ്റ് കാർഡുകളുണ്ട്, അത് വേണം. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. അത് വേറെ കാര്യം. പക്ഷേ ഇത് അല്ലാണ്ട് തന്നെ ഇത് ഇഷ്ടം പോലെ ആൾക്കാർ യൂസ് ചെയ്തിട്ട് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് മെയിനായിട്ട് ഇതിൻ്റെ ഇഷ്യൂ വരാൻ കാരണം. ഇത്ര അധികം ഡിവാലുവേഷൻ വരാൻ മെയിൻ കാരണം ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കാർഡ് നമ്മുടെ നോർമൽ പേഴ്സണൽ കാർഡാണെങ്കിൽ അത് പേഴ്സണൽ യൂസിന് മാത്രം ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ നിങ്ങളുടെ കാർഡ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ പേര് അല്ലെങ്കിൽ പാൻ കാർഡ് ബ്ലാക്ക് ലിസ്റ്റ് ആവാം. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു ബാങ്കിൽ നിന്നും നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കിട്ടില്ല കേട്ടോ. ക്രെഡിറ്റുകൾ കിട്ടില്ല. അപ്പോൾ അത് ഭയങ്കര പണി വാങ്ങിക്കും. അത് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ മറക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വന്നേക്കുന്നത് നമ്മുടെ അപ്ഡേറ്റ്സുകൾ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രമേ കണ്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. ഫ്രണ്ട്സിലേക്ക് നമ്മളൊന്ന് ഷെയർ ചെയ്യാം. അടുത്തുള്ള കാണാം. ബൈ.